സ്റ്റോറീസ് നിങ്ങളല്ലേ സാധാരണ. അതെ, പോലീസിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു ക്രിമിനൽ തന്നെയാണ്. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മോഷണം നടത്തുന്ന ഒരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു മോഷ്ടാവിൻ്റെ ഷെയറിങ്ങിനെ കുറിച്ചുള്ള കഥകളും അത് എത്രത്തോളം അത് ശരിയാണെന്നുള്ളത് അറിയാൻ പറ്റില്ല. പേരൊക്കെ ഗുൽഷൻ ഗുൽഷൻ എന്നാണ്. ഓക്കെ. മോഷ്ടിച്ച ആഭരണങ്ങളെല്ലാം തന്നെ വീണ്ടെടുക്കാൻ പറ്റും? അല്ല, എല്ലാം 100% റിക്കവറി നടന്നിട്ടുണ്ട്. അതെ, വണ്ടിയിലാണ്. ഗോൾഡ് തട്ടികൾ കൂടുതൽ, ഗോൾഡിന്റെ വാല്യൂ കൂടിയതാണല്ലോ പോലീസ് പോയി ഇലക്ഷനിലേക്ക് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ്. ഗോൾഡ് തെഫ്റ്റിന് ഒരു കാരണം ഗോൾഡിൻ്റെ വാല്യൂ കൂടുന്നത് തന്നെയാണ്. ഇപ്പം ഈ കഴിഞ്ഞ മാസത്തിൽ ഗോൾഡിൻ്റെ പ്രൈസ് വളരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു റീസൺ തന്നെയാണ്. പക്ഷെ പോലീസ് അതിനോടൊപ്പം തന്നെ പെട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട്. കൊച്ചി ഫിനാൻഷ്യലി വെൽ ഓഫ് ആൾക്കാരുടെ ഒരു കേന്ദ്രമായതുകൊണ്ടായിരിക്കണം. ഇല്ല, ഡയറക്റ്റ് കൊച്ചിയിലേക്ക്. മുംബൈ പോകുന്ന റൂട്ടായിരുന്നു എടുത്തിരുന്നത്. ഒരു പക്ഷേ മുംബൈയിൽ ഇത് ചിലപ്പോൾ വിൽക്കാൻ എളുപ്പത്തിനായിരിക്കണം മുംബൈയിലേക്ക് പോയത്. ഈ കഴിഞ്ഞ ഡിസംബറിലാണ് പുള്ളി ഹൈദരാബാദിലെ ഒരു MLA MP കോളനിയിൽ മോഷണം നടത്തിയിട്ട് അറസ്റ്റിലായത്. അപ്പോൾ അതിൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണോ ഈ ഒരു? അതെ, കാരണം 4 മാസമല്ലേ ആവുന്നു. അതിനെ കുറിച്ചുള്ള ഏത് സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കുന്നത്. കിച്ചൺ ഡോറല്ല, വിൻഡോ. ലോക്കൽ സപ്പോർട്ടിൻ്റെ കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് കുറച്ചുകൂടെ ഇൻഡെപ്തായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. സാധാരണ ഇത്രയും ആഭരണങ്ങളൊന്നും ആരും വീട്ടിലങ്ങനെ സൂക്ഷിക്കാറില്ലല്ലോ. ഈ ഒരു സാഹചര്യം അറിയുന്ന ആരെങ്കിലും അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കറക്റ്റായിട്ട് ആ വീട്ടിൽ തന്നെ ഈ ഗോൾഡ് ഒരു പക്ഷേ കോയിൻസിഡൻ്റലായിരിക്കാം, അല്ലെങ്കിൽ ഇൻസൈഡർ ഇൻഫർമേഷൻ ആരെങ്കിലും പാസ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് അന്വേഷിക്കാവുന്നതാണ്.